ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ബികോം ഇൻകം ടാക്സിലെ ഒരു ചെറിയ പ്രോബ്ലം കൂടിയാണ്. അപ്പോൾ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഒരു 4-5 പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങളോട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡ് സെക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു സെക്ഷനിലാണ് നിങ്ങളോട് ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതല്ലെങ്കിൽ എസ് എ ടൈപ്പിലും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലംസ് കണ്ടു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ഇത് ഭയങ്കര സിമ്പിളാണല്ലോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. നമ്മുടെ ബേസിക് കണ്ടീഷൻസോ അഡീഷണൽ കണ്ടീഷൻസോ നിങ്ങൾക്ക് തറോ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഹിയർ എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ നോക്കി നമ്മൾ ബേസിക് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ അയാൾ എന്താണ്, റെസിഡൻ്റ് ആണ്. ഈ ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്താണ്, നോൺ റെസിഡൻ്റ് ആണല്ലേ. അപ്പോൾ ഈ ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് റെസിഡൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇവർ ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓർഡിനറി റെസിഡൻ്റ് ആവട്ടെ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവട്ടെ, നോൺ റെസിഡൻ്റ് ആവട്ടെ, ഇവരുടെ 3 കേസ് ഉണ്ടല്ലോ, അതിൽ എങ്ങനെയാണ് ഓരോ കേസിലും, അപ്പോൾ ഒരു അസസി അവർക്ക് ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും ഇൻകം റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു 3 കേസിലും ഇത് ടാക്സബിൾ ആണോ. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഒരു കാര്യം, അവർക്ക് വേറെ എന്തെങ്കിലും ഒരു ഗണത്തിൽ ഇൻകം നമുക്ക് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ അബ്രോഡിൽ നിന്നൊക്കെ റിസീവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരിൽ ഈ ഒരു 3 കേസ് ഉണ്ടല്ലോ, ആരൊക്കെയാണ്, റെസിഡൻറ്റ്, ഓർഡിനറി റെസിഡൻറ്റ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഓക്കെ, ഓർഡിനറി റെസിഡൻറ്റ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, അതുപോലെ നോൺ റെസിഡൻറ്റ്. ഈ കേസസിൽ ഇവരെന്താണ്, ടാക്സബിൾ ആണോ എന്നുള്ളതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാറ്. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ചെറിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് കത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, നമുക്ക് ഇൻകം റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻകം ഏൺ ചെയ്യുന്നത്, ഇൻകം അക്രൂ ചെയ്യുന്നത്, അറൈസ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇൻകം റിസീവ് ചെയ്യാവട്ടെ, ഏൺ ചെയ്യാവട്ടെ, അക്രൂ ചെയ്യാവട്ടെ, അറൈസ് ചെയ്യാവട്ടെ, ഡീംഡ് ടു ബി റിസീവ്ഡ് ആവട്ടെ, ഇതൊക്കെ ഇന്ത്യയിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ 3 കേസിലും എന്താണ്, ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ റിസീവ്ഡ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ അക്രൂഡ് ഇൻ ഇന്ത്യ, അറൈസ്ഡ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ എന്താണ്, ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, അങ്ങനെയൊക്കെ ഇന്ത്യയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എന്താണ്, 3 കേസിലും ടാക്സബിളാണ്. ഓക്കെ, ഇനി അബ്രോഡിൽ നിന്ന് കിട്ടുന്ന ബിസിനസ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ അത് ആരുടെ കേസിൽ മാത്രമേ ടാക്സബിൾ ആവുള്ളൂ, ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അബ്രോഡിൽ നിന്ന് നമുക്ക് ഇൻകം റിസീവ് ചെയ്യുന്നുണ്ട്, അത് ബിസിനസ് ഇൻകം ആണ് നമുക്ക് കിട്ടുന്നത്, ആ ഒരു ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യ ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിനെ കൺട്രോൾ ചെയ്യുന്നത് സെറ്റപ്പ് ചെയ്യുന്നതൊക്കെ ഇന്ത്യ ആണ് എന്നുണ്ടെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിലും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിലും എന്താണ്, ടാക്സബിളാണ്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് കുറേ മുമ്പത്തെ ഇൻകം, മീൻസ് എന്താ, കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇൻകം നമുക്ക് ഈ ഒരു പ്രീവിയസ് ഇയറിലും കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾ കൺസിഡർ ചെയ്യേ വേണ്ട കേട്ടോ, കുറേ മുമ്പുള്ളതാണ്. ഓക്കെ, ഈ ഇയറിലാണ് റെമിറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ കൺസിഡറേ ചെയ്യേണ്ട. നോട്ട് ടാക്സബിൾ, നോട്ട് ടാക്സബിൾ, നോട്ട് ടാക്സബിൾ, 3 കേസിൽ എന്ത് ചെയ്താൽ മതി, നോട്ട് ടാക്സബിൾ ആണെന്നുള്ള കാര്യം ഓർത്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യനോട് വായിക്കുന്ന സമയത്തും നിങ്ങളുടെ മൈൻഡിൽ വരുന്ന 3 കേസിലും ടാക്സബിൾ ആവോ, ആർക്കൊക്കെ ടാക്സബിൾ ആവും, ആർക്കൊക്കെ ടാക്സബിൾ അല്ല എന്നുള്ള കാര്യം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, നമുക്ക് നോക്കാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നമുക്ക് റിസീവ് ചെയ്യുന്ന ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് റിസീവ് ചെയ്യുന്നതാണ് ഇൻകം. എന്താണ്, റിസീവ്ഡ് ഇൻ ഇന്ത്യ. റിസീവ്ഡ് ഇൻ ഇന്ത്യ നമ്മൾ പറഞ്ഞു, റിസീവ്ഡ് ആവട്ടെ, അക്രൂഡ് ആവട്ടെ, അറൈസ് ചെയ്തിട്ടുള്ളതാവട്ടെ, ഏൺ ചെയ്തിട്ടുള്ളതാവട്ടെ, ഇൻ ഇന്ത്യ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, 3 കേസിലും ടാക്സബിൾ ആണ്. ക്ലിയർ? കിട്ടിയോ? പറയാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ദെൻ ബാങ്ക് ഇൻട്രസ്റ്റ് അക്രൂസ് ഇൻ ഇന്ത്യ, എന്താണ്, 3 കേസിലും ടാക്സബിൾ ആണ്. ഇൻകം ഡീമഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഡീമഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റിസീവ് ചെയ്തിട്ടുള്ളത്, എന്താണ്, 3 കേസിലും ടാക്സബിൾ ആണ്. ഏതൊക്കെയാണ് ഈ 3 കേസ് എന്നുള്ള ഡൗട്ട് ഉണ്ടോ? ഇതാടാ, ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസ്, നോൺ റെസിഡൻറ്റിൻ്റെ കേസ്. ക്ലിയർ? ഓക്കെ, ദെൻ ഇൻകം ഡീമഡ് ടു ബി അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഇൻകം ഡീമഡ് ടു ബി അക്രൂ ഓർ അറൈസസ് ഇൻ ഇന്ത്യ, എന്താണ്, 3 കേസിലും ടാക്സബിൾ ആണ്. ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം റിസീവ്ഡ് ആൻഡ് അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ,
ഓർക്കണേ, എന്താണ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻകം റിസീവ്ഡ് ആൻഡ് അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്, ഔട്ട്സൈഡ് ഇന്ത്യ, ബട്ട് ദ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ഒരു പ്രൊഫഷൻ സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ. ബിസിനസ് കൺട്രോൾ ചെയ്യുന്നതും ഔട്ട്സൈഡ് ഇന്ത്യയാണ്, ആ ഒരു പ്രൊഫഷൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ളതും എന്താണ് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, ആൻഡ് ഇത് ലഭിച്ചിട്ടുള്ളതും ഔട്ട്സൈഡ് ഇന്ത്യയാണ് എന്നുണ്ടെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ മാത്രമേ എന്താവുള്ളൂ, ടാക്സബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ഈ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിലും ടാക്സബിൾ അല്ല, നോൺ റെസിഡൻറ്റിൻ്റെ കേസിലും ടാക്സബിൾ അല്ല. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് നമുക്കിത് നോക്കാം. ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ തന്നെയാണ് നമുക്ക് റിസീവ് ചെയ്യുന്നില്ലെങ്കിൽ അക്രൂ ചെയ്യുന്നത്. ബട്ട് ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ഒരു പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഒരു പ്രൊഫഷൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? അല്ലെങ്കിൽ ആ പ്രൊഫഷൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഓക്കെ, പക്ഷേ ആ ഇൻകം റിസീവ് ചെയ്യുന്നത് എവിടുന്നാണ്? ഔട്ട്സൈഡിൽ നിന്നാണ് നമുക്ക് ആ ഇൻകം റിസീവ് ചെയ്യുന്നത്. ബട്ട് ആ ഒരു ബിസിനസ്സൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നുണ്ടെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിലും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിലും എന്താണ്? ടാക്സബിൾ ആണ്. ആൻഡ് നോൺ റെസിഡൻറ്റിൻ്റെ കേസിൽ എന്തല്ല? ടാക്സബിൾ അല്ല. ഓക്കെ, നോൺ റെസിഡൻറ്റിൻ്റെ കേസിൽ എന്തല്ല? ടാക്സബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ ആയല്ലോ. ഇനി സാലറി ഇൻകം റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ, അക്രൂയിങ് ഓർ അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ അങ്ങനെയാണെന്നുണ്ടെങ്കിലോ, ഔട്ട്സൈഡ് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ മാത്രം എന്തായിട്ട് വരും? ടാക്സബിൾ ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്കറിയാം അല്ലേ, നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ക്യാഷായിട്ട്, അതായത് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുന്നുണ്ട് ഇൻ ക്യാഷായിട്ടാണ്, അത് എബോവ് എന്തുണ്ട്? 50,000 ആണ്. റിസീവ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, ഫ്രം എ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആണ്. നമുക്ക് റിസീവ് ചെയ്യുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? നമ്മളൊരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആണ്, അത് അവിടെ നിൽക്കട്ടെ. ബട്ട് ഹിയർ നമ്മൾക്ക് ആ ഒരു ക്യാഷ് റിസീവ് ചെയ്തിട്ടുള്ളത് 50,000 എബോവ് ആണെങ്കിൽ മാത്രമേ ടാക്സബിൾ ആയിട്ട് വരുള്ളൂ. 50,000 എബോവ് ആണ്, റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് എന്ന് പറയുന്നുണ്ട്. ഔട്ട്സൈഡ് ഇന്ത്യ ആവുന്ന സമയത്ത് ആരുടെ കേസിൽ മാത്രമേ ടാക്സബിൾ ആവുള്ളൂ? ഈ ഒരു ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ മാത്രമേ ടാക്സബിൾ ആയിട്ടുള്ളൂ. ഇനി ഗിഫ്റ്റ് ഇൻ ക്യാഷ് എബോവ് ₹50,000 റിസീവ്ഡ് ഇൻ ഇന്ത്യ ഫ്രം ഗ്രാൻഡ് ഫാദർ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നമുക്ക് കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ, അത് നമ്മളെന്തില്ല ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ടാക്സ് ഫ്രീ ആണ്. ആക്ച്വലി നമുക്ക് എക്സംഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻകം അതെന്താണ്? നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല, റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ് എങ്കിൽ പോലും. ഇനി ഗിഫ്റ്റ് ഇൻ ക്യാഷ് എബോവ് 50,000 ആണ്, റിസീവ്ഡ് ഇൻ ഇന്ത്യ ഫ്രം എ ഫ്രണ്ട്. ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, 50,000 എബോവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലാണ് റിസീവ് ചെയ്തിട്ടുള്ളത്. സോ 3 കേസിലും ടാക്സബിൾ ആണ്. അപ്പോൾ ഇൻകം ഏൺ ഡ്യൂറിങ്, ഇനി നോക്കണേ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ഇൻകം ഏൺഡ് ഡ്യൂറിങ് 1819 നോട്ട് സബ്ജക്റ്റഡ് ടു ടാക്സ് ഇൻ ഇന്ത്യ ബ്രോട്ട് ഇൻ ടു ഇന്ത്യ ഡ്യൂറിങ് ദ ഇയർ 2024-25 എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്ത്യയിലോട്ട് ആ ഒരു ഇൻകം കൊണ്ടുവന്നിട്ടുള്ളത്. ബട്ട് ആക്ച്വലി ആ ഒരു ഇൻകം നമുക്ക് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നത് 1819 നമുക്ക് ആക്ച്വലി ആ ഒരു ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കേസ് ഉണ്ടല്ലോ, ദറ്റ് മീൻസ് എന്താ? നമുക്ക് ഏതോ പ്രീവിയസ് ഇയറിൽ കിട്ടാനുള്ള ഇൻകമാണ്. അത് മേ ബി എന്താ ഈ ഒരു ഇയറുമായിട്ട് യാതൊരു വിധ ബന്ധമില്ലാത്ത ഏതോ ഒരു ഇയറിൽ കിട്ടാനുള്ള ഇൻകമാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഇൻകം നമുക്ക് ഈ ഒരു പ്രീവിയസ് ഇയറിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ദറ്റ് മീൻസ് മുമ്പെന്നോ കിട്ടാനുള്ളതാണ്, അത് ഈ ഒരു പ്രീവിയസ് ഇയറിലാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടാക്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ലയബിൾ അല്ല, അതിവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് തരും. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ജസ്റ്റ് ഒരു 3 കോളംസ് ആക്കിയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു 3 കോളംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻകം ടാക്സ് ഞാൻ പറയാൻ വിട്ടതാണ്, മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറയാൻ വിട്ടിട്ടുണ്ട് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മളോടിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു ഹെഡ് ലൈന് പോലെ കൊടുക്കണം. നിങ്ങൾ അക്കൗണ്ടിങ്ങിലൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ, അക്കൗണ്ടിങ്ങിലൊക്കെ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ആ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഹെഡ് ലൈൻ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവുമല്ലോ, ആ ഒരു ടൈറ്റിൽ കൊടുക്കുമല്ലോ. സോ അതുപോലെ തന്നെ നമ്മൾ ഇൻകം ടാക്സിലും കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇൻകം ഫ്രം സാലറി കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കണം. ഫോർ ദ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. ഓക്കെ, അതേപോലെ ഇവിടെ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇവരുടെ ടാക്സബിലിറ്റി. മിസ്റ്റർ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയാണ്, നമ്മൾ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ. യാ, കമൻറ്റ് ഓൺ ദ ടാക്സബിലിറ്റി ഓഫ് ദ ഫ്ലോവിങ് ഇൻകം മിസ്റ്റർ പ്രസാദ് ഡ്യൂറിങ് ദ ഫൈനാൻഷ്യൽ ഇയർ 2024-25. ഓക്കെ, അപ്പോൾ നമ്മളോട് അധികം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അവരെന്താണ് ഓർഡിനറി റെസിഡൻറ്റ്, അതുപോലെ തന്നെ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് റെസിഡൻറ്റ്
നോൺ റെസിഡൻ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു കേസസിലൊക്കെ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് അവരുടെ ആ ഒരു ടാക്സബിലിറ്റി വരിക എന്നുള്ളതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ആക്ച്വലി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളിവിടെ ആദ്യം തന്നെ ഒരു ഹെഡ്ലൈൻ കൊടുക്കുക. ദറ്റ് ഈസ് എന്താണ്, ടാക്സബിലിറ്റി ഓഫ് ഇൻകം ഓഫ് മിസ്റ്റർ പ്രസാദ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അസസ്മെൻറ്റ് ഇയർ ഏതാ മക്കളെ, നമ്മുടെ 2025-26 ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു 2025-26 അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത് 2024-25 പ്രീവിയസ് ഇയറിൻ്റെ ഇൻകത്തിൻ്റെ മുകളിലാണ്. ഈസ് ഇറ്റ് ക്ലിയർ? എനി കൺഫ്യൂഷൻ? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മുടെ അഡ്ജസ്റ്റ്മെൻ്റ് ആളില്ലേ, നമുക്ക് തന്നിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അതാണ് നമ്മൾ ഇവിടെ എഴുതുക. ഓക്കെ. എന്നിട്ട് ഇവിടെ നമ്മൾ ഓർഡിനറി റെസിഡൻ്റ് എന്നും അതുപോലെ തന്നെ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്നും ആൻഡ് നോൺ റെസിഡൻ്റ് എന്നും ഉള്ള രീതിയിൽ നമ്മളിവിടെയും 3 കോളംസ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇവിടെയും 3 കോളംസ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും ഇവിടേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഫുള്ളായിട്ട് എഴുതിയിട്ടില്ല. പകരം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇറ്റ് ഇസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. സോ അത് 3 കേസിലും ടാക്സബിൾ ആണ്. ബിക്കോസ് എന്താ, റിസീവ്ഡ് ഇൻ ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളോട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. റിസീവ്ഡ്, ഓക്കെ, എന്താണ് റിസീവ്ഡ്, അതുപോലെ ഏൻഡ് അക്രൂഡ്, ഓക്കെ, അക്രൂഡ്, അറൈസസ് ഡീമഡ് ടു ബി റിസീവ്ഡ്, ഓക്കെ, ഡീമഡ് ടു ബി അറൈസസ് ഇൻ ഇന്ത്യ എന്നുള്ളത് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, 3 കേസിലും ടാക്സബിൾ ആണ്. ലൈക്ക് ഒരു തവണ പറഞ്ഞതായതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ, എത്ര തവണയാണ് പറയണേ, അങ്ങനെ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സോറി. അപ്പോൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഈ ഒരു ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആൻസർ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി മാത്രമേ കൊടുത്തത് ഞാനിവിടെ. കാരണം നമ്മൾ ആൻസർ ഓൾറെഡി പറഞ്ഞു. ഓരോ ക്വസ്റ്റ്യൻ, ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് വായിച്ച സമയത്തും ഇതിൻ്റെ ടാക്സബിൾ നമ്മൾ പറഞ്ഞു അല്ലേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു ബാങ്ക് ഇൻട്രസ്റ്റ് അക്രൂസ് ഇൻ ഇന്ത്യയിലാണ് അക്രൂ ചെയ്തിട്ടുള്ളത്. സോ 3 കേസിലും ടാക്സബിൾ ആണ് അല്ലേ. ദെൻ ഇൻകം ഡീമഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഓക്കെ, അപ്പോഴാണെങ്കിലും 3 കേസിലും ടാക്സബിൾ ആണ്. ഡീമഡ് ടു ബി അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ, 3 കേസിലും ടാക്സബിൾ ആണ്. ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം റിസീവ്ഡ് ആൻഡ് അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് ഇത് കൺട്രോൾ ചെയ്യുന്നതും ഇതിനെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളതൊക്കെ ഔട്ട്സൈഡ് ഇന്ത്യ തന്നെയാണ്. സോ ഇവിടെ മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. മറ്റ് 2 കേസിലും നോട്ട് ടാക്സബിൾ. ദെൻ ബിസിനസ് ഓർ പ്രൊഫഷൻ ഇൻകം റിസീവ്ഡ് ആൻഡ് അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് ദ ബിസിനസ് ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ഇത് റെസിഡൻറ്റിൻ്റെ കേസിലും ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിലും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിലും ടാക്സബിളും, നോൺ റെസിഡൻറ്റിൻ്റെ കേസിൽ നോട്ട് ടാക്സബിളാണ്. അപ്പോൾ നോൺ റെസിഡൻറ്റിൻ്റെ കേസിൽ ടാക്സബിൾ ആവുന്ന കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രമേ ഉള്ളൂ. അവർക്ക് ഇൻകം റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന്, അക്രൂ ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന്, അറൈസ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ടാക്സബിളായിട്ട് വരുന്നുള്ളൂ. ഓക്കെ. ദെൻ നമ്മൾ പറയുന്നത് നമ്മുടെ സാലറി ഇൻകാണ്, അത് റിസീവ് ചെയ്തിട്ടുള്ളത് അബ്രോഡാണ് എന്നാണ് പറയണേ. ഓക്കെ. അവിടെ ബിസിനസ് എങ്ങനെയാണ്, ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയാണ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആണെന്നും പറയുന്നില്ല. ബട്ട് സാലറി ഇൻകം ഉണ്ട്, അത് റിസീവ് ചെയ്യുന്നത് അബ്രോഡാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇത് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ മാത്രമേ ടാക്സബിൾ ഉള്ളൂ. മറ്റ് 2 കേസിലും നോട്ട് ടാക്സബിൾ ആണ്. ഓക്കെ. മറ്റ് 2 കേസിലും നോട്ട് ടാക്സബിൾ ആണ്. ഇത് നമ്മൾ ഗിഫ്റ്റ് റിസീവ്ഡ് ഇൻ ഇന്ത്യ ഫ്രം ഗിഫ്റ്റ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ് നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ളത്. സോ അത് കാരണം ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ആരെ കേസിൽ മാത്രമേ ടാക്സബിൾ ആവുള്ളൂ, ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ മാത്രമേ ടാക്സബിൾ ആവുള്ളൂ. മറ്റ് 2 കേസിലും നോട്ട് ടാക്സബിൾ ആണ്. ഇനി ഗിഫ്റ്റ് റിസീവ്ഡ് ഇൻ ഇന്ത്യ ഫ്രം എ ഫ്രണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ 3 കേസിലും ഇത് റിസീവ്ഡ് ഇൻ ഇന്ത്യയാണ്. സോ എന്താണ്, 3 കേസിലും നമുക്കിത് ടാക്സബിൾ ആണ്. ഇനി ഗിഫ്റ്റ് റിസീവ്ഡ് ഇൻ ഇന്ത്യ ഫ്രം ഗ്രാൻഡ് ഫാദർ ആണ്, മീൻസ് നമ്മുടെ ഫാമിലി മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇത് ആരെ കേസിലും തന്നെ ടാക്സബിൾ അല്ല. റെസിഡൻ്റ് ആയിക്കോട്ടെ, ഓർഡിനറി റെസിഡൻ്റ് ആവട്ടെ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവട്ടെ, ആൻഡ് ആൾസോ എന്താണ് നമ്മുടെ നോൺ റെസിഡൻ്റ് ആവട്ടെ, ഇതെന്തെല്ലാം ടാക്സബിൾ അല്ല. ആൻഡ് അതുപോലെ തന്നെ ഇൻകം ഏൺ ഇയർലി മീൻസ് നമ്മൾ പറഞ്ഞില്ലേ കുറേ മുമ്പത്തെ ഇൻകമാണ്, അത് നമുക്ക് ഇവിടെയാണ് ഈ ഒരു ഇയറിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിലും അതെന്തല്ല ടാക്സബിൾ അല്ല. 3 കേസിലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, നോട്ട് ടാക്സബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യമാണ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ നിങ്ങളോട് ജസ്റ്റ് ഇവരുടെ ടാക്സബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ ഇപ്പോൾ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ താഴെ ഇപ്പോൾ 8,000
ഓക്കെ, അല്ലെങ്കിൽ 7,000 അല്ലെങ്കിൽ 6,000 അങ്ങനെ ഇപ്പോൾ ഓരോന്നും ഇപ്പോൾ ജസ്റ്റ് ഇത് റിസീവ്ഡ് ഇൻ ഇന്ത്യ അങ്ങനെയൊക്കെ പറയണേ ഉള്ളൂ അല്ലേ. അതിന് പകരം ഇവിടെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിലും ഇവിടെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിലും നിങ്ങൾക്ക് ഇങ്ങനെ എമൗണ്ട്സ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എമൗണ്ട്സ് ഒക്കെ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി റിസീവ്ഡ് ഇൻ ഇന്ത്യ ₹2 lakh തന്നു എന്ന് കരുതാം കേട്ടോ. അപ്പോൾ അങ്ങനെ 2 lakh തരുന്ന സമയത്ത് ഇത് ആരുടെ കേസിൽ മാത്രം എല്ലാവരുടെ കേസിലും എന്താവും ടാക്സബിൾ ആവുന്നതല്ലേ. അപ്പോൾ 3 പേരുടെ കേസിലും ഇപ്പോൾ നമ്മളിങ്ങനെ എഴുതും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 2 lakh അല്ലേ. അപ്പോൾ ഇത് 3 കേസിലും എന്തെന്ന് എഴുതണം 2 lakh. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ ഓരോന്നുണ്ട് എന്ന് കരുതുക. ഇവിടെ 1 lakh ആണെന്ന് കരുതുക, നമുക്ക് ഇൻട്രസ്റ്റ് അപ്പോൾ 1 lakh 3 കേസിലും ആ എമൗണ്ട് എഴുതുക. ഓക്കെ, ബട്ട് ഹിയർ നമുക്കറിയാം ബിസിനസ് ഓർ പ്രൊഫഷൻ നമുക്ക് കിട്ടുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയിലെ ഇൻകത്തിൽ ആർക്ക് മാത്രമേ ടാക്സബിൾ ആയിട്ടുള്ളൂ? ഔട്ട്സൈഡ് ഇന്ത്യയിലെ ഇൻകം ഇപ്പോൾ ഒരു 50,000 ആണെന്ന് എഴുതണേ. 50,000 ആണ്. അത് ആർക്ക് മാത്രമേ ടാക്സബിൾ ഉള്ളൂ? മീൻസ് ഔട്ട്സൈഡിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഇൻകം ആർക്ക് മാത്രമേ ടാക്സബിൾ ഉള്ളൂ? ഓർഡിനറി റെസിഡൻറ്റ് അല്ലേ. അപ്പോൾ ഈ ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ കൊണ്ടിട്ട് എന്ത് ചെയ്യുക, അവിടെ മാത്രം എന്ത് ചെയ്യുക 50,000 എന്ന് എഴുതുക. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ടാക്സബിൾ അല്ലല്ലോ. സോ അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു വരട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് പ്രൊഫഷണൽ ഇൻകം തന്നെയാണ്, മീൻസ് കിട്ടിയിട്ടുള്ളത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ആൻഡ് ഹിയർ നമുക്ക് നമ്മളെ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നുണ്ടെങ്കിൽ അല്ലേ, ഇവിടെ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് എന്താണ് ഇന്ത്യയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു എമൗണ്ട് വന്നിട്ടുള്ളത് ഒരു 60,000 ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഈ 2 പേരുടെ കേസിലും മീൻസ് ഓർഡിനറി റെസിഡൻ്റ് ആവട്ടെ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവട്ടെ ടാക്സബിൾ അല്ലേ. ഇപ്പോൾ ഇവിടെയും 60,000 എഴുതി കൊടുക്കണം, ഇവിടെയും 60,000 എഴുതി കൊടുക്കണം. ആൻഡ് ഹിയർ ഒന്നും വേണ്ട. ഓക്കെ, അങ്ങനെ ഇനിയിപ്പോൾ നമ്മളോട് പറഞ്ഞില്ലേ സാലറി ഇൻകം അല്ലെങ്കിൽ ഗിഫ്റ്റ് റിസീവ്ഡ് ഇൻ ഇന്ത്യ ഫ്രം ഗ്രാൻഡ് ഫാദർ ആണെന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ അത് 3 പേർക്കും എന്തല്ല ടാക്സബിൾ അല്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും മേ ബി ഗ്രാൻഡ് ഫാദറിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്നൊക്കെ പറയണത് ഇപ്പോൾ ഒരു എത്രയാണ് ഒരു 45,000 ആണ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 35,000 ആണെന്നൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഫാമിലി മെമ്പറിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ നമുക്ക് കൺസിഡർ ചെയ്യണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ആൻഡ് അതുപോലെ തന്നെ ഇൻകം ഇയേർലി റെമിറ്റൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇപ്പോൾ ഒരു 3 lakh ഒക്കെ തന്നു എന്ന് കരുതുക. അപ്പോഴും അവിടെ നമ്മൾ ആ എമൗണ്ട് എഴുതണ്ട, അത് ജസ്റ്റ് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നിൽ അങ്ങനെ എന്തെങ്കിലും എഴുതിയാൽ മതി. ഓക്കെ, നിൽന്നോ ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടാക്സബിൾ ആയിട്ടുള്ള കോളത്തിലുള്ള എമൗണ്ട്സ് എല്ലാം ഇവിടെ ആഡ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യും ഒരു എമൗണ്ട് കിട്ടും അല്ലേ. ആൻഡ് അതുപോലെ ഹിയർ ഓർഡിനറി റെസിഡൻ്റ് ആവട്ടെ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവട്ടെ ആൻഡ് നോൺ റെസിഡൻ്റ് ആവട്ടെ ഇവരുടെ കേസിലുള്ളതൊക്കെ നമ്മളിങ്ങനെ ആഡ് ചെയ്യും. ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുക ഇവിടെ ടോട്ടൽ ചെയ്തിടും. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു എമൗണ്ട്സ് ഉണ്ടല്ലോ അത് സെയിം ആണോ എന്ന് നോക്കും, ആൻസർ കീഴിലുള്ള എമൗണ്ടേ. അങ്ങനെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ഇവരുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ് അല്ലെങ്കിൽ അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണ് എന്നുള്ളത് നമ്മളവിടെ എന്ത് ചെയ്യുക കൺസിഡർ ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോബ്ലം ഞാനിതിൽ മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് ആൻസർ സെൻഡ് തരുമോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ആൻസർ പറയുമോ. ഓർഡിനറി റെസിഡൻറ്റ് ഇത്രയാണ്, ഓക്കെ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കമൻറ്റ് ചെയ്താൽ മതിടാ. ഓർഡിനറി റെസിഡൻറ്റ് എത്രയാണ് എമൗണ്ട് വരുന്നത് വെച്ചാൽ ആ എമൗണ്ട് ഇവിടെ ഇങ്ങനെ എഴുതാം. ഓക്കെ, ദെൻ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ടോട്ടൽ കിട്ടുന്ന എമൗണ്ടാണ് എഴുതേണ്ടത്, അത് ജസ്റ്റ് ഇങ്ങനെ എഴുതാം. ദെൻ നോൺ റെസിഡൻറ്റ് ഓക്കെ അത് ജസ്റ്റ് ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു തരാം. സംസാരിച്ച് ടൈം പോയതറിഞ്ഞില്ല. സംസാരിക്കുക മീൻസ് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തെ കുറിച്ചിട്ടുള്ള ഡിസ്കഷന് ടൈമേ പോയതറിഞ്ഞില്ല. സോറി. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം കൂടി ഇനി തന്ന ആ ഒരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ടൈം ഇതിലില്ലാന്ന് ഞാൻ കരുതാണ്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം മാത്രം നെക്സ്റ്റ് വീഡിയോ ചെയ്യണോ അതോ ഞാൻ പ്രോബ്ലം എന്തായാലും ഇതിലൊന്ന് കൊടുക്കാം കേട്ടോ, ഇമേജ് ജസ്റ്റ് ഇതിലൊന്ന് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അത് നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ ആൻസർ ഒന്നുകിൽ കമൻറ്റ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് സെൻഡ് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ മുമ്പ് ഒരു ഫ്രീ റിവിഷൻ ക്ലാസ് അറേഞ്ച് ചെയ്യാം ഫോർ ഇൻകം ടാക്സ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യാം. ഫ്രീ ആണെന്ന് കരുതിയിട്ട് പക്ക അടിച്ചു വിട്ട് പോണതല്ല, നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടൻറ്റ് മനസ്സിലാക്കി തരിക എന്നുള്ളതേ ഉദ്ദേശമുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം, ഒന്ന് ആക്റ്റീവ് ആവിടോ. ഓക്കെ, അപ്പോൾ എന്തായാലും